താങ്കൾ ആദ്യം ഈ കമന്റ് ഒന്ന് വായിക്കുക. ജസ്റ്റ് എന്റെ അഭിപ്രായം എന്താ ഈ കമന്റ്? ആദ്യം താങ്കൾ ആ കുട്ടികളെ ഓൺലൈൻ ക്ലാസ്സിൽ അയച്ച് നശിപ്പിക്കാതെ നല്ല സ്കൂളിൽ അയച്ച് പഠിപ്പിക്കുന്നു. ചങ്കേ, ഞാനൊരു പ്രവാസിയാണ്, സാധാരണക്കാരനായ ഒരു പ്രവാസി. പൈസക്കാരെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഇവിടെ 10-40 കൊല്ലം കൊണ്ടാട്ടത്തിന്റെ മാതിരി ഇവിടെ ഈ കോട്ടം വെയിലത്ത് ജോലി ചെയ്ത് പെണ്ണുങ്ങളും കുട്ടികളും അവിടെ നാട്ടിലും നിന്നിട്ട് വെറുതെ 10-40 കൊല്ലം ജീവിച്ചിട്ട് എന്ത് കാര്യമുള്ളത്? ഒരു കാര്യമില്ല. അതിനെക്കാട്ടി നല്ലത് ഹാപ്പി ആയിട്ട് ഉള്ള പൈസ ആയിട്ട് സന്തോഷത്തോടെ ജീവിക്കണല്ലേ. അതെ അതെ. അപ്പൊ കുട്ടികളെ ഓൺലൈൻ ക്ലാസ്സിൽ ചേർത്തിച്ചിട്ടൊന്നും കുഴപ്പമില്ല. ഞാനിപ്പോ എന്റെ കുട്ടികളായിട്ട് ഇതാണ്ട് ഇറ്റിങ്ങൾ വരുന്നു, മാഷാ അല്ലാ. ഇറ്റിങ്ങളായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കണ എന്തുകൊണ്ടാ? നിങ്ങൾ ഇവിടെ ഉണ്ടായതുകൊണ്ടല്ലേ. ഞാൻ വെയിൽ കൊണ്ടിട്ട് വരുമ്പോൾ ഇവരുണ്ട് കാണുമ്പോ ആ വെയിലൊക്കെ എനിക്ക് തണലായിട്ട് മാറുന്നത് എന്തുകൊണ്ടാ? ഇവരുണ്ടായതുകൊണ്ടാണ്. അപ്പൊ എനിക്ക് ഹാപ്പി എന്റെ കുട്ടികളൊപ്പം ജീവിക്കണത് തന്നെയാണ്. അത് ഏതൊരു പ്രവാസിന്റെയും സ്വപ്നമാണ്. എന്ത് അവരാരെ മാപ്പിളാരൊപ്പം അല്ലെങ്കിൽ പെണ്ണുങ്ങളൊപ്പം ജീവിക്കുക, കുട്ടികളൊക്കെ അപ്പൊ സന്തോഷത്തിൽ ജീവിക്കുക എന്നുള്ളത്. അല്ലാതെ ഞാൻ ഇവിടെ കുറെ മുരടിച്ച് നടന്നിട്ട് കൊണ്ടാട്ടത്തിനുമായി നടന്നിട്ട് കാര്യമില്ല. ഉള്ളത് പറയാണ് കാര്യമില്ല. അപ്പൊ അതിനെക്കാട്ടി ഹാപ്പിയാണ് നാട്ടിലുള്ളവരും ഹാപ്പി, നമ്മളും ഹാപ്പി. അതെന്തുകൊണ്ടാണ്? അത് നിങ്ങൾ ഇവിടെ സാലറി വലിയ സാലറിക്കാർക്കാണെങ്കിൽ ഇവിടെ സ്കൂൾ പറഞ്ഞേക്കാം. നേരെ മറിച്ച് ചെറിയ സാലറിക്കാർക്ക് ഏതേ പറ്റുള്ളൂ, ഇങ്ങനത്തെ ഓൺലൈനേ പറ്റുള്ളൂ. എന്നാ പിന്നെ എന്താ ഈ സ്കൂളുമായി കുട്ടികളെ പഠിച്ച കുട്ടികളെ എവിടെ പോയാലും പഠിക്കും. ഇപ്പൊ സർക്കാർ ഉദ്യോഗസ്ഥയിൽ പഠിച്ചിട്ട് എത്ര ഡോക്ടർമാര്, കളക്ടർമാര് എന്തൊക്കെയുണ്ട്. ഇവിടെ 7000 ദിർഹംസ് വേണം ഒരു കൊല്ലം ഒരു കുട്ടീനെ പഠിപ്പിക്കണമെങ്കിൽ. സാധാരണ ഇവിടെ സ്കൂളില്, സാധാ വലിയ സ്കൂളല്ല, സാധാരണ ഒരു സ്കൂളിൽ 7000 ദിർഹംസ് വേണം. നാട്ടിൽ എത്ര 1.5 ലക്ഷം ഉറുപ്പ്യന്റെ മേലായില്ലേ. നേരെ മറിച്ച് ഒരു 40,000 ഉറുപ്പ്യ കൊടുത്താല് എന്തായി? സുഖസുന്ദരമായിട്ട് പഠിക്കുകയും ചെയ്യാം, ഹാപ്പി ആയിട്ട് ജീവിക്കുകയും ചെയ്യാം. അങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ഇറ്റങ്ങളെ മുഖം കാണുമ്പോൾ സന്തോഷം ദുനിയാവിൽ വേറെ ഒന്നുമില്ല. ഞാൻ ഇന്നലെ ഇട്ട വീഡിയോക്ക് വന്നൊരു കമന്റ് ആണ്. വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ആൾക്കാരുടെ ചാടി ഇങ്ങോട്ട് വരുന്നത്. ആർക്കെങ്കിലും അങ്ങനെ സ്കൂളിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചങ്കള നിങ്ങൾ ഈ ഓൺലൈൻ ക്ലാസ് ചേർത്തോളി. അടിപൊളിയാണ്, സൂപ്പറാണ്. ഇപ്പൊ ഈ വീഡിയോ ഇട്ടാലും ആൾക്കാർ ഇങ്ങനെ PM ചോദിക്കും, അത് കൊടുക്കാനായിട്ട് നിൽക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ടാണ് ഇത് തന്നെ വെക്കുന്നത്. ഇതൊരു പരസ്യമായിട്ടോ നിങ്ങൾ കൂട്ടണ്ട. ഞാൻ എന്റെ അവസ്ഥ ഞങ്ങളെ ബോധിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ചങ്കള പലർക്കും ഒരു കുഴപ്പമുള്ളതെന്ന് വെച്ചാൽ അത്രയും സ്ക്രീനിന്റെ മുന്നിലല്ല കുട്ടി എന്നുള്ളതാണ് ഒരു വിഷയം. ചങ്കള അതിനെക്കാട്ടും കൂടുതൽ റീൽസ് തോണ്ടുന്നുണ്ട് കുട്ടികൾ. അപ്പൊ അത്ര പോരൊന്നും ഇപ്പൊ ഇതിന് തോണ്ടാനില്ല. ഒരു ലാപ്ടോപ്പ് സെക്കൻഡ് ഹാൻഡ് മേടിച്ചു കൊടുത്താൽ പരിപാടി പറഞ്ഞു. പിന്നുള്ള ഒരു അഭിപ്രായം എന്താ? അതായത് കുട്ടികളെ ഇംഗിളാവില്ലാന്ന്. ഇപ്പൊ ഇംഗിളാവണക്കാട്ടി നല്ലത് സിംഗിളാവണതാണ്. സത്യം പറയാണ്. ഇപ്പൊ അങ്ങനെയാണ് സാഹചര്യം. സ്കൂളത്തെ അവസ്ഥകൾ നമ്മൾ എന്നും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓൺലൈൻ സ്കൂൾ കാണിച്ചിട്ട് അതിനെ കുറച്ച് കാണേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്ന് എല്ലാം ഓൺലൈനിലേക്ക് മാറി. ഇപ്പൊ ചിലപ്പോ ഈ കമന്റ് എഴുതിയ ആൾ ജോലി ചെയ്യുന്ന ഇപ്പൊ ഓൺലൈനിലോ, അയാൾക്ക് സാലറി ഇട്ടണ ഓൺലൈനാവും. ചിലപ്പോൾ അയാൾ നല്ല പൈസക്കാരനാവും. അയാൾക്ക് ഇവിടെ സ്കൂളിൽ പഠിപ്പിക്കാം. നമ്മൾക്കത് കഴിയൂല. നമുക്ക് രണ്ടും കൂടി വേണം. അതായത് സ്നേഹവും കുട്ടികളും മക്കളും ഇവിടെ UAE നമ്മൾ നിൽക്കണോടത്ത് വേണമെന്നും പിന്നെ അതിനകത്ത് പൈസ ഇല്ലാതെ റേഷൻ പീടിയിലെ കൈയേറ്റ് ജീവിച്ചും വേണം എന്നുള്ള ഒരു ചിന്താഗതിക്കാരനാണ്. അത്തരത്തിലുള്ള കാര്യത്തിൽ പറയാനുള്ളത്. അപ്പൊ ഏറെക്കുറെ ഞാൻ ഹമീദ് ബക്കർ.